إن الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره الكافرون. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الإخوة المسلمون أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. സ്നേഹാദരവുള്ള വിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമുഖ മാതൃകയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാനവരാശിക്ക് വെളിച്ചം വീശിയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു, വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ സയ്യിദ് സുലൈമാൻ നദവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവിധ സുഗന്ധങ്ങളും സൗരഭ്യങ്ങളും ഒരുമിച്ച് കൂടിയ വർണ്ണാഭമായ ഒരു ബൊക്കെയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരായ ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വാത്വികതയും നൂഹ് നബിയുടെ ദഅവത്തും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദയാവായ്പയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമരോത്സുകതയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രാജഭരണവും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന താല്പര്യവും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്നേഹവും വാത്സല്യവും, ഇങ്ങനെ മുൻ പ്രവാചകന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ
അതെല്ലാം പ്രവാചകനിൽ സമ്മേളിച്ചിരുന്നു. ഒരു മതാനുയായികൾ ഒരേ തൊഴിൽ ചെയ്യുന്നവരോ ഒരേ പദവി വഹിക്കുന്നവരോ ആയിരിക്കില്ല. ഒരു സമൂഹ നിർമ്മാണത്തിലും രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിലും സമ്പന്നരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും മുതലാളികളുടെയും ഭരണാധിപന്മാരുടെയും ഭരണീയരുടെയും പ്രധാനപ്പെട്ട റോളുകൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സമൂഹവും രാഷ്ട്രവും യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇങ്ങനെ സമൂഹത്തിലെ വ്യതിരിക്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മനുഷ്യരോടും വിശുദ്ധ ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളണം എന്നാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും സംശയമേയില്ല എന്നാണ് ലഖദ് എന്ന പദത്തിന്റെ അർത്ഥം. ലാ എന്ന് അറബിയിൽ ല എന്ന പദം പറയുന്നത് തഅ്കീദിനാണ്. അഥവാ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ. അതിനോടൊപ്പം ഖദ് എന്ന പദം കൂടി വന്നാൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് കട്ടായമായി പ്രഖ്യാപിക്കുകയാണ്. കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്കെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അന്ത്യനാളിനെ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവരായ ആളുകൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. വദക്കറല്ലാഹ കസീറ. ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്നവരുമായ. അപ്പോൾ ദൈവിക ചിന്തയിൽ സദാ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവികമായ പ്രീതി കാക്ഷിക്കുന്നവരായ, പരലോക വിജയം ആഗ്രഹിക്കുന്നവരായ ആളുകൾ പ്രവാചകനിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളണം എന്നാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ സാരം. നമുക്കറിയാം, മനുഷ്യർ വ്യത്യസ്ത അഭിരുചിയുള്ളവരുണ്ടാകും, വ്യതിരിക്തമായ മനോഭാവമുള്ളവരുണ്ടാകും. എന്നാൽ ഏതൊരു സമൂഹത്തിന്റെയും വിജയത്തിന് ഒരു റോൾ മോഡൽ വേണം. അങ്ങനെയുള്ള റോൾ മോഡലായി വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ വിവിധങ്ങളായ ഘട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നാം അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരേ ഒരു വ്യക്തിത്വം വിവിധ മേഖലകളിൽ മാതൃകയാവുകയാണ്. ഒരിക്കലും മുതലാളികൾ തൊഴിലാളികൾക്ക് മാതൃകയാവാറില്ല. തൊഴിലാളികൾ മുതലാളികൾക്കും മാതൃകയാവാറില്ല. ഭരണാധിപന്മാർ ഭരണീയർക്ക് സാധാരണ മാതൃകയാവാറില്ല. ഭരണീയർ ഭരണാധിപന്മാർ. സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ വർത്തിക്കുന്നവർ മുഴുവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി, അവിടുത്തെ ഒരു മോഡലായി പരിശുദ്ധമായ ഖുർആൻ സമർപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനത്തെ ഒരു റോൾ മോഡലായി അല്ലാഹു സംവിധാനിച്ചതാണ്. അല്ലാഹുവിന്റെ മതം, ഇസ്ലാമിക പ്രസ്ഥാനം, ഇസ്ലാമികമായ ജീവിത പദ്ധതി, ഇസ്ലാമികമായ മനുഷ്യന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന, കുടിൽ മുതൽ ചുടൽ വരെയുള്ള വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു റോൾ മോഡലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആദ്യം മുതലേ രൂപീകരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമ്പൂർണമായ ഒരു മാതൃകയായിട്ടാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രം നയിച്ച ഭരണാധിപനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
വളരെയധികം മാതൃകയായി എല്ലാവരെയും ഒരുപോലെ കണ്ട് നീതിയും സത്യവും പരിപൂർണമായും പാലിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് ഭരണം നടത്തിയിരുന്നത്. അവിടുന്ന് ഒരിക്കലും തന്നെ സത്യത്തിന്റെയും നീതിയുടെയും വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാക്കിയിരുന്നില്ല. ഒരിക്കൽ ഒരു ഉന്നത കുലജാതയായ ഒരു വനിത മോഷ്ടിക്കുകയുണ്ടായി. ആ വനിത മോഷ്ടിച്ചതറിഞ്ഞ ഗോത്രക്കാർക്ക് വല്ലാത്ത അപമാനമായി. അവരെല്ലാം പ്രവാചകന്റെ സവിധത്തിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് ഈ കേസ് നിങ്ങൾ ഉയർത്തരുത്, ഈ കേസിന് വിധി കൽപ്പിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് രോഷാകുലനാവുകയാണ്. അല്ലാഹുവിന്റെ പരിധികളിൽ, അല്ലാഹുവിന്റെ നിയമങ്ങളിൽ നിങ്ങൾ ശുപാർശയ്ക്ക് വരികയാണോ? ലൗ സറഖത് ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് ലാ ഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ തന്നെ കേട്ടാലും തീർച്ചയായും അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സ്വജനപക്ഷപാതിത്വം ഭരണാധിപന്മാരുടെ ഒരു ശീലമായിട്ട് സാധാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും ഇത് പാടില്ല എന്ന് ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കൽ തുഅമ ഇബ്നു ഉബൈറത്ത് എന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു പരിച മോഷ്ടിക്കുകയുണ്ടായി. ആ മോഷ്ടിച്ച സാധനം തൊണ്ടി സഹിതം പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിടിച്ചത് അദ്ദേഹത്തിന്റെ കൈവശത്തു നിന്നായിരുന്നില്ല, ഒരു ജൂതനായ ഒരു മനുഷ്യന്റെ കൈവശത്തായിരുന്നു. അങ്ങനെ ഈ തൊണ്ടി സാധനം കിട്ടാൻ മോഷ്ടാവിന് തക്കതായി ശിക്ഷ നൽകാൻ ഈ പരിചയുടെ ഉടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അങ്ങനെ തുഅമ ഇബ്നു ഉബൈറത്തിനെ ആദ്യമായി സ്വകാര്യമായി വിചാരണ ചെയ്തു. തുഅമ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന്. തുഅമ കളവ് പറയുകയായിരുന്നു. തുഅമ മോഷ്ടിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരുന്നു. അയാൾ മോഷ്ടിച്ച് അതൊരു ജൂതന്റെ കൈവശം സൂക്ഷിക്കാൻ കൊടുത്തതായിരുന്നു. എന്നാൽ തൊണ്ടി സാധനം പിടിച്ച ജൂതമതക്കാരനായ സഹോദരനെ കൊണ്ടുവരപ്പെട്ടു. അയാളോട് ചോദിച്ചു, നിങ്ങളല്ലേ ഇത് മോഷ്ടിച്ചത് എന്ന്. അയാൾ പറഞ്ഞു, തുഅമ മോഷ്ടിച്ചിട്ട് എന്റെ കൈവശം തന്നതാണ് എന്ന്. എന്നാൽ തുഅമയുടെ ആളുകളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരുപാട് വാചക കസർത്തുകൾ നടത്തി. അങ്ങനെ തുഅമയെ കുറ്റവിമുക്തനാക്കാൻ ജൂതനെതിരെ ശിക്ഷാ നടപടി നടപ്പാക്കുവാനുമായി അവർ എല്ലാവിധ കോപ്പുകളും കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസ് ബിമാ അറാകല്ലാഹ് വലാ തകുൻ ലിൽ ഖാഇനീന ഖസീമ എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹിയോട് പറയുകയാണ്, പ്രവാചകരെ, ഈ വിശുദ്ധ ഖുർആൻ സത്യമായിട്ട് നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ അല്ലാഹു കാണിച്ചു തരുന്ന വിധികളാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിൽ കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ നല്ല പിള്ള ചമയുന്നവരോട് നിങ്ങൾക്കൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അവതരിക്കുകയാണ്. അങ്ങനെ ഈ ഖുർആന്റെ അവതരണത്തോടുകൂടെ തുഅമയ്ക്കെതിരെ ശിക്ഷാ നടപടി നടപ്പാക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോഷ്ടിച്ച ആള് തുഅമയാണ്, മുസ്ലിമായ ഒരു സഹോദരനാണ്. എന്നാൽ മോഷണം ആരോപിക്കപ്പെട്ട ആള് ഒരു ജൂതനായ ഒരു സഹോദരനാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ പക്ഷത്ത് മാത്രം നിന്നിട്ട് സ്വജനപക്ഷപാതിത്വത്തിന് എതിരായി ശക്തമായ നിയമം നടപ്പാക്കുകയാണ് ചെയ്തത്. രാഷ്ട്രത്തിന്റെ ചെങ്കോലെഴുതിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ദിവസങ്ങളോളം പട്ടിണിയായിരുന്നു. പുകയാത്ത അടുപ്പുകളായിരുന്നു
അവിടുത്തെ വീട്ടിലുണ്ടായിരുന്നത്. അവിടുത്തെ മദീനയുടെ മസ്ജിദിന്റെ മുമ്പിൽ ഒരു ദിവസം ഒരുപാട് പൊതുമുതൽ കൂട്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ആ സമ്പത്ത് കൂട്ടിയിടപ്പെട്ട സമയത്ത് പലരും വന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ അവർക്ക് സദക്ക നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ആയിരയായിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ വരുന്നത്. ഫാത്തിമ പൊട്ടിയൊലിച്ച കൈത്തലമ്പുകളുമായിട്ടാണ് വരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട റസൂലേ, എന്റെ വീട്ടിൽ പണിയെടുത്ത് ഞാൻ വളരെ പ്രയാസപ്പെടുകയാണ്. എന്റെ കൈകളിലെ തയമ്പ് പിടിച്ച് ഈ തയമ്പിന്റെ പൊട്ടൽ വന്നിരിക്കുന്നു, ചോരയൊലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആയതുകൊണ്ട് എനിക്ക് ഒരു സേവകനെ നിങ്ങൾ വെച്ചു തരണമെന്ന്. ഇവിടെ ധാരാളമായ അടിമകളുണ്ട്, അതുപോലെ മറ്റു മുതലുണ്ട്. എനിക്ക് വീട്ടു ജോലിക്ക് ഒരാളെ നിയമിച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നിനക്ക് വേലക്കാരിയേക്കാൾ, നിനക്കൊരു ജോലിക്കാരനേക്കാൾ ഒരു നല്ല കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. അത് നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്ന് നീ പതിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കൊടുക്കാൻ സേവകന്മാരുണ്ട്, അതുപോലെ തന്നെ ജോലിക്കാരിയെ കൊടുക്കാം. കാരണം അവിടെ പൊതുമുതലിൽ അങ്ങനെയുള്ള സമ്പത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ തിരിച്ചുവിട്ടതാണ്. ഇത് പൊതുമുതലാണ്. പൊതുമുതൽ ഒരിക്കലും തന്നെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഭരണാധിപന്മാർ ഉപയോഗിച്ചുകൂടാ എന്ന ദൃഷ്ടാന്തം മാലോകർക്കായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം കൊണ്ട് സമർപ്പിക്കുകയാണ്. ഒരു ഭരണത്തിന്റെ ചെങ്കോലെത്തിയിട്ട് ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ട് പ്രവാചകൻ സാധാരണ ജനങ്ങളെ പോലെയുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരനെ പോലെ ഒരു ലളിതമായ ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിരുന്നത്. അവിടെ നേതാവാണെന്നോ അല്ലെങ്കിൽ സമരനായകനാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ തോന്നുകയില്ലായിരുന്നു. ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു മരത്തണലിൽ വിശ്രമിക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങുകയുണ്ടായി. ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓരോ പണിയെടുത്തോളൂ, ഞാൻ വിറക് ശേഖരിച്ചോളാമെന്ന്. ആ സമയത്ത് പ്രവാചകനോട് സ്വഹാബാക്കൾ പറഞ്ഞു, അങ്ങ് പോകേണ്ട, അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ വിറക് ശേഖരിച്ചുകൊള്ളും, ഞങ്ങൾ പത്തിരി ചുട്ടുകൊള്ളും, ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്തുകൊള്ളും. പ്രവാചകൻ പറഞ്ഞു, അത് പറ്റില്ല, ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന പണിയെടുക്കണം, എന്റെ കൂടെ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ വിറക് ശേഖരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖന്തക്കിന്റെ യുദ്ധം ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു കാലഘട്ടം. ആ സമയത്ത് പല സ്വഹാബാക്കളും അവരുടെ വയറ്റത്ത് പാറച്ചീടുകൾ വെച്ച് കെട്ടിയിരുന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചുരുണ്ടുപോയ വയറ് നിവർന്നു നിൽക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പമുണ്ട്, ഒപ്പം നിന്നുകൊണ്ട് പണിയെടുക്കുകയാണ്. മണ്ണ് വാരാൻ, പാറ പൊട്ടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ടായിരുന്നു. ഒരു കിടങ്ങിയിലെ പാറ എത്ര പൊട്ടിച്ചിട്ടും പൊട്ടാതെയായപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ കിടങ്ങിയിലെ പാറ പൊട്ടുന്നില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് പിക്കാസ് വാങ്ങി ആദ്യം പൊട്ടി, പാറ പൊട്ടി, അത്ഭുതമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്കാസ് എടുത്തുകൊണ്ട് പൊട്ടി, കൈകൊണ്ടെടുത്തുകൊണ്ട് അവിടെ പണിയെടുക്കുകയുണ്ടായി. കൊട്ടയിൽ മണ്ണ് വാരിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ പണിയെടുക്കുമ്പോൾ അവരോട് ഒപ്പം നിന്നുകൊണ്ട് പണിയെടുക്കുകയുണ്ടായി.
വല്ലാഹി ലൗലല്ലാഹി മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാർ വൽ മുഹാജിറ. വിശപ്പിന്റെ കാഠിന്യമുണ്ട്, ക്ഷീണമുണ്ട്, അതൊക്കെ സഹിച്ചുകൊണ്ട് സ്വഹാബാക്കൾ പണിയെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടയിൽ മണ്ണേറ്റിയിട്ട് തറയിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് വല്ലാഹി ലൗലല്ലാഹി മഹ്തദൈനാ. അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിന്റെ ഔദാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സന്മാർഗ്ഗം ലഭിക്കുക? വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. നമുക്ക് ധർമ്മം ചെയ്യാനോ നമുക്ക് നമസ്കരിക്കുവാനോ സകാത്ത് കൊടുക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അല്ലാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷൽ ആഖിറ. യഥാർത്ഥ ജീവിതം പരലോകത്തിലെ ജീവിതം മാത്രമാണ്. ഫഗ്ഫിറിൽ അൻസാർ വൽ മുഹാജിറ. അല്ലാഹുവേ, ഈ അൻസാരികൾ, ഈ മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരുടെ പരലോക പദവി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊപ്പം നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറന്നിട്ടുണ്ട്, സ്വന്തം ചെരുപ്പ് തുന്നിയിട്ടുണ്ട്, വസ്ത്രം അലക്കിയിട്ടുണ്ട്, അടുക്കളയിൽ അവിടുത്തെ പത്നിമാരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും പത്നിമാരെ അടുക്കളയിൽ സഹായിക്കുന്നവരാണ്. അതിന്റെ പലരുടെയും കാരണം പത്നിമാരെ ജോലിക്ക് പോകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെയായിരുന്നില്ല. ഭാര്യമാർ ജോലിക്ക് പോകുമ്പോ അവരുടെ ജോലി ഭാരം കണക്കിലെടുത്ത് അവരുടെ അടുക്കള ജോലികളിൽ ഭർത്താക്കന്മാരെ കൂടി സഹായിക്കുന്ന ഒരു നല്ല ഒരവസ്ഥയുണ്ട്. അത് ഭാര്യമാർ ജോലിക്ക് പോകുന്നു എന്ന കാരണം കൊണ്ടുമാണ് പലരും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നില്ല. അവിടുത്തെ പത്നിമാർ ജോലിക്ക് പോയിരുന്നില്ല. അവിടുത്തെ പത്നിമാരോടൊപ്പം അവരുടെ അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കാനും അരീസ ഉണ്ടാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സന്തോഷകരമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത്. അധ്വാനിക്കുന്നവന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വലിയ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. തൊഴിലാളി വർഗം ഏത് കാലഘട്ടത്തിലും അവർക്കൊരു വലിയ ആശ്വാസമായിട്ടുണ്ടാവേണ്ടത് പ്രവാചകന്റെ ഈ പ്രഖ്യാപനമാണ്. തൊഴിലാളികൾ അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ വേതനം നൽകണമെന്ന് ഒരു തൊഴിലാളി നേതാവും ഒരു തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരും ഇത്ര വലിയ വാക്കുകൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നില്ല. ആളുകൾക്കിടയിലൂടെ ഇറങ്ങി ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സമരത്തിന് സമരം, ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഒപ്പം നിലകൊണ്ടിരുന്നു. ഒരിക്കൽ അബൂജഹലിന്റെ പറമ്പിലെ പണിക്കാർക്ക് അയാൾ കൂലി കൊടുത്തില്ല. ആ സമയത്ത് ആ തൊഴിലാളികൾ കൂലി കിട്ടാത്ത വല്ലാത്ത വിഷമത്തിലാണ്. അവരിൽ പലരും ഖുറൈശികളുടെ നേതാക്കന്മാരായ ഉത്ബത്തിനോടും ഷൈബത്തിനോടൊക്കെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്ക കൂലി തരുന്നില്ല, ഞങ്ങൾക്ക് കൂലി കിട്ടിയാലാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വല്ലതും വാങ്ങാൻ കഴിയുള്ളൂ എന്ന്. അപ്പൊ അബൂജഹലിന്റെ അടുക്കലേക്ക് ശുപാർശയ്ക്ക് പറയാൻ പറ്റിയ ആള് വേറെ ആരുമില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവർ പറഞ്ഞു, അവിടെ പോയി മുഹമ്മദിനോടൊന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട് ഇവര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിക്കുവാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂജഹലിന്റെ വീട്ടിൽ പോയിട്ട് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള ആജ്ഞാശേഷി ഇല്ല എന്നായിരുന്നു ഇവര് വിചാരിച്ചത്. അങ്ങനെ അബൂജഹലിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഷളാവുന്നത് ഈ തൊഴിലാളികൾക്ക് മുമ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവുകേട് ബോധ്യപ്പെടുത്തലുമായിരുന്നു ഈ നേതാക്കന്മാർ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ തൊഴിലാളികൾ പ്രവാചക സമിതത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് കൂലി വാങ്ങിത്തരാൻ അവിടുന്ന് സഹായിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും നോക്കിയില്ല. അവിടുന്ന് വരൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. അയാളുടെ കതകിന് മുട്ടി. അയാളുടെ കതകിന് മുട്ടിയപ്പോൾ വാതിൽ തുറന്നുകൊണ്ട് അബൂജഹൽ
എന്തോ ഒരു പരിഭ്രമത്തോടു കൂടെ വരികയാണ്. ആ സമയത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജഹലിനോട് പറഞ്ഞു, ഇതാ ഇവർ നിന്റെ തോട്ടത്തിൽ പണിയെടുത്തവരാണ്, ഇവരുടെ വേതനം എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന്. ഞാൻ ഇപ്പോൾ തന്നെ കൊടുക്കാമെന്ന് അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യുത്തരം നൽകുകയാണ്. അങ്ങനെ അബൂ ജഹലിന്റെ തൊഴിലാളികൾക്ക് അയാൾ അപ്പോൾ തന്നെ കൂലി കൊടുക്കുകയാണ്. ദൂരെ നിന്ന് ഉത്ബത്തും ശൈബത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സ്വഹാബികളും മാറിപ്പോയ ശേഷം അവർ അബൂ ജഹലിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് അവരെ എന്താണ് നിങ്ങൾ ചെയ്തത്? മുഹമ്മദ് വന്ന് ചോദിച്ചപ്പോഴേക്ക് നിങ്ങൾ എടുത്തു കൊടുക്കുക, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത് ചോദിച്ചു. അബൂ ജഹൽ പറഞ്ഞു, അത് മുഹമ്മദ് വന്ന സമയത്ത് മുഹമ്മദിന്റെ രണ്ട് ഭാഗത്തും രണ്ട് സിംഹങ്ങൾ ഇരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. എനിക്കത് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാനത് കൊടുത്തത് എന്ന് അബൂ ജഹൽ അവരുടെ നേതാക്കന്മാരോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടു, തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിച്ചു, തൊഴിലെടുത്തു, ചുമടേറ്റി, അതിൽ ക്ലീനിംഗ് ജോലി ചെയ്തു, സാധാരണക്കാരനെ പോലെ ജീവിച്ചു, സർവ മനുഷ്യർക്കും മാതൃകയായി ജീവിച്ചു. അടുത്തൊരു നല്ല പക്വത വന്ന പാഠവുമുള്ള ഒരു അധ്യാപകനായിരുന്നു, നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ജിബിരിലിന്റെ മുമ്പിൽ അനുസരണയോടുകൂടെ ഇരിക്കുന്ന, പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ്. പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപകർക്ക് മാതൃകയാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശത്തിന്റെ വെളിച്ചത്തെ കുറിച്ച്, ഭൂമിയുടെ പ്രകാശത്തെ കുറിച്ച്, നക്ഷത്രരാശികളുടെ രഹസ്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സുകളിൽ നന്നായി പ്രതിപാദനം നടത്തി, വിഷയങ്ങൾ അവതരിപ്പിച്ചു, അവരൊക്കെ പഠിച്ചു. മാത്രമല്ല വളരെ മനഃശാസ്ത്രമറിയുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വരികയാണ്, പ്രവാചകനോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, നിന്റെ മതത്തിന്റെ ശാസ്ത്രങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്, ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്. പക്ഷേ എനിക്കൊരു ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വ്യഭിചരിക്കാൻ, പരസ്ത്രീ ബന്ധത്തിന് എനിക്ക് അനുവാദം നൽകണം. എനിക്ക് കാണുന്ന പെണ്ണുങ്ങളുമായിട്ട് കിടപ്പറ പങ്കിടണം എന്നത് എന്റെ ഒരു ആഗ്രഹമാണ്, അതെന്റെ അഭിലാഷമാണ്, അതിനെനിക്കൊന്ന് സമ്മതം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ആരുടെ വീട്ടിൽ ഉമ്മയുണ്ടോ? നിന്റെ ഉമ്മയെ മറ്റാരെങ്കിലും കടന്നു പിടിച്ചാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? അയാൾ പറഞ്ഞു, ഞാനതിന് സമ്മതിക്കുകയില്ല. പിന്നെ ഭാര്യയുണ്ടോ? നിന്റെ ഭാര്യയുമായിട്ട് മറ്റാരെങ്കിലും കിടപ്പറ പങ്കിടാൻ വന്നാൽ അയാൾ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. നിനക്ക് മകനുണ്ടോ? എന്നാൽ മകളെ ആരെങ്കിലും ബലാത്കാരത്തിന് മുതിർന്നാൽ അയാളോട് തലനാണ്ടെന്ന് പറഞ്ഞു. നിനക്ക് സഹോദരിയുണ്ടോ? ഉണ്ട്. ആ സഹോദരിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനും അവളെ ദേഹോപദ്രവം നടത്താനും തീരുമാനിച്ചാൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അയാളെ തടയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, പ്രിയപ്പെട്ട സഹോദരാ, നീ ലൈംഗികമായ ബന്ധം ഉദ്ദേശിക്കുന്ന, വ്യഭിചാരം ഉദ്ദേശിക്കുന്ന പെണ്ണ് ഒന്നുകിൽ ആരുടെയെങ്കിലും മാതാവായി, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാര്യയായി, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മകനായി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹോദരിയായി. നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മാതാവിനെ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ പത്നിയെ മറ്റൊരാൾ കിടപ്പറ പങ്കിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുപോലെ ആ സ്ത്രീകളുടെയും ബന്ധുക്കൾക്ക് അതിന് ഇഷ്ടമായിരിക്കില്ല എന്ന് നീ മനസ്സിലാക്കി അയാൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി പോകുമ്പോ സ്വഹാബാക്കൾ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് പരസ്ത്രീ ബന്ധമാണ്. എന്ന് ഈ പണി ഞാൻ ഇറങ്ങി പോകുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പ് പരസ്ത്രീ ബന്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു മസ്ജിദിൽ ഒരാൾ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റു. അയാൾ മൂത്രമൊഴിക്കാൻ തുടങ്ങി. പല സഹാബാക്കളും അയാളെ വിലക്കാൻ തുടങ്ങി, വച്ചവെക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുത്, വേണ്ട വേണ്ട, അയാൾ മൂത്രമൊഴിച്ച് തീരട്ടെ. അയാൾ പറഞ്ഞു, നിങ്ങൾ മൂത്രമൊഴിച്ച് തീർന്നു. അങ്ങനെ അയാൾ മൂത്രമൊഴിച്ച് തീർന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് മൂത്രമൊഴിച്ച സ്ഥലം വൃത്തിയാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മൂത്രമൊഴിച്ചാണ് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് അയാൾ പള്ളിയിൽ മുഴുവൻ മൂത്രമൊഴിക്കും. അയാളുടെ മൂത്രം പള്ളിയിൽ മുഴുവനുണ്ട്. നേരെ മറിച്ച് അയാൾക്ക് മൂത്രം ഒഴിക്കാൻ വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ അത് സംഭവിച്ചു പോയതാണ്. അയാൾ വിടുക, ബാക്കി വൃത്തിയാക്കാം. ഏറ്റവും കൂടുതൽ മനഃശാസ്ത്രം പറഞ്ഞു, മനഃശാസ്ത്രത്തോടുകൂടി സമൂഹത്തെ പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീനയിലെ മിമ്പർ പലപ്പോഴും ഇതുപോലെയുള്ള അധ്യാപനങ്ങൾക്ക് വേദിയായി. ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ചു. ആരോഗ്യം സംരക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവപൂർവമായ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാവണം. നിഅമത്താനി കതീറുൻ മിൻഹുമാ നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കതീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അധിക ആളുകളും ശ്രദ്ധിക്കാറില്ല. അത് ആരോഗ്യവും തീർച്ചയുമാണ്, അല്ലെ? നമ്മുടെ പലരുടെയും അവസ്ഥ അങ്ങനെ തന്നെ. നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് ബോധം ഉണ്ടാകപ്പെടാം, രോഗം വരുമ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധ വേണം. ആരോഗ്യം നശിക്കുന്നതിനെ കുറിച്ച് വളരെ ജാഗ്രത പുലർത്തണം. അതാണ് രണ്ടാമത്തെ ഫ്രീ ടൈമാണ്. അപ്പൊ ആരോഗ്യം പറയാം, ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ട്. ഒരിക്കൽ ഒരു പണ്ഡിതൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആരോഗ്യശാസ്ത്രം മുഴുവൻ ഒരു ഖുർആനിന്റെ ആയത്തിന്റെ പകുതിയിൽ പറഞ്ഞു നിർത്തിവെച്ചിട്ടുണ്ട്. അതെന്താണ്? കുലു വശ്റബു വലാ തുസ്രിഫു. തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക, അമിതമാകാൻ പാടില്ല. തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ അമിതമായി തിന്നാനും പാടില്ല, അമിതമായി കുടിക്കാനും പാടില്ല. ഇന്ന് വർദ്ധിച്ചു വരുന്ന രോഗങ്ങളുടെ മിക്ക ഹേതു അമിതമായ ഭക്ഷണമാണ്, ക്രമം തെറ്റിയ ഭോജനശീലമാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആരോഗ്യശാസ്ത്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ, ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും കുളിക്കാനും കൈകാലുകളും മുഖം കഴുകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം കൈയും കാലും മുഖം കഴിയണം? എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുക, കൈ കഴുകിക്കൊണ്ടിരിക്കുക, കാല് കഴുകിക്കൊണ്ടിരിക്കുക, ചെവി ഒക്കെ മസാജ്, വെള്ളത്തോടുകൂടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിരുന്ന സംഗതിയാണ്. എന്താണ് വുളൂഇനെ ഈ ഒരു അർത്ഥത്തിലൊന്ന് പരിശോധിച്ച് നോക്കൂ സഹോദരങ്ങളെ. വുളൂഇൽ നാം കഴുകുന്ന അംഗങ്ങൾ സാധാരണ വസ്ത്രം ധരിക്കാറുള്ള ഭാഗമല്ല. അന്തരീക്ഷത്തിലെ വിഷലിപ്തമായ പൊടിപടലങ്ങളും മറ്റും അള്ളിപ്പിടിച്ചിരിക്കുന്ന മുഖം, മുൻകൈ, അതുപോലെ നമ്മുടെ കാൽപാദങ്ങൾ, തല തുടങ്ങിയ ഭാഗങ്ങൾ, ഇതൊക്കെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ ഒരു ദിവസം 5 നേരം നമസ്കരിക്കുമ്പോൾ അതിന്റെ മുമ്പായിട്ട് വുളൂ ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി ഒരു ദിവസത്തിൽ മിനിമം 30 പ്രാവശ്യം കൈ കഴുകണം. 30 പ്രാവശ്യം കൈ കഴുകണം ഒരു സത്യവിശ്വാസി. ഇപ്പൊ വുളൂ ചെയ്തു 6 പ്രാവശ്യം കൈ കഴുകിയില്ല. മുൻകൈ കഴുകിയപ്പോ 3, പിന്നെ കൈ മുട്ടോടുകൂടി കഴുകിയപ്പോ 1. പക്ഷെ ഈ കഴുകൽ വരച്ച് കഴുകണം, മസാജോട് കൂടെ കഴുകണം എന്നാണ് പറയുന്നത്. തേച്ചുരച്ച് കഴുകണം. മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു വാചകം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വുളൂ എടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ, കഴിയുമ്പോൾ അന്നങ്ങൾ തേച്ചുരച്ച് കഴിയണം. എന്തിനാ തേച്ചുരച്ച് കഴിയുന്നത്? ശരീരത്തിലെ മാലിന്യങ്ങളും പോകും, ചെറിയൊരു മസാജ് ലഭിക്കും. ഒന്ന് വുളൂ എടുത്ത് നോക്കും, ഒരു ഫ്രഷ്നെസ് ലഭിക്കും. ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം മിനിമം വുളൂ
പങ്കെടുക്കാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ഈ വുദൂഇലൂടെ പാപങ്ങൾ പൊറുക്കുന്ന വലിയ ആഖിറത്തിന്റെ വലിയ പ്രതിഫലം വേറെ കിടക്കും. അതാണ് മെയിൻ, അതാണ് ആത്മാവ്. അതോടുകൂടെ ശാരീരികമായ പ്രയോജനങ്ങൾ നമുക്ക് ധാരാളമായി ലഭിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യവുമായി ആരോഗ്യ സംരക്ഷണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സമയമില്ല. രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് അല്ലാഹുവിന്റെ അടിമകളെ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. തീർച്ചയായിട്ടും ചികിത്സ അറിയാതെ, മരുന്നറിയാതെ ആരും ചികിത്സക്ക് തയ്യാറാവരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് കളിച്ചു. ആയിഷ ബീവിയോടൊപ്പം ഒരു ദിവസം ഓട്ട മത്സരം നടത്തുകയാണ്. ആദ്യമായി ആയിഷ ബീവി ജയിച്ചു. പിന്നീട് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോയിന്റിലേക്ക് ജയിച്ചു. പിന്നീട് ഓടി. അതിൽ ജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ചിരിച്ചപ്പോൾ പുഞ്ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അവിടുന്ന് കരഞ്ഞു. സങ്കടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു. തമാശ പറഞ്ഞു. ഒരു വൃദ്ധ ഒരിക്കൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ സ്വർഗ്ഗത്തിൽ കിടക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായമുള്ളവർക്ക് സ്വർഗ്ഗത്തിൽ കാണില്ല. അപ്പൊ ആ സഹോദരി, ആ പ്രായമുള്ള കിഴവി, അവര് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സഹോദരി പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ പ്രായമുള്ള ആരുണ്ടാവില്ല. എല്ലാ സ്വർഗീയ സ്ത്രീകളെയും ഇവ കോമളകളായിട്ടാണ് സ്വർഗത്തിൽ പുനഃസൃഷ്ടിപ്പിച്ചിട്ടാണ് പ്രവേശിപ്പിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ബഹുമുഖ മാതൃക വിശാലമാണ്, പ്രപഞ്ചത്തോളം വിശാലമാണ്. ആ പാരാവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ജീവിതത്തെ ആ മാതൃക അനുസരിച്ചുകൊണ്ട് ക്രമപ്പെടുത്താൻ, നല്ല മുസ്ലിമുകളായി തീരാൻ നാം ശ്രമിക്കേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് 2 ആഴ്ചകൾ നാം സംസാരിച്ചു. അത് എന്നും കേട്ട് നാം എടുക്കേണ്ട തീരുമാനം എന്താണ്? എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ ചീത്ത പേര് വരുത്തുകയില്ല. എന്റെ ഇസ്ലാമിന് ഞാൻ ചീത്ത പേര് വരുത്തുകയില്ല. ഞാനൊരു നല്ല മുസ്ലിമായി തീരുന്നത്. ഇവിടെയുള്ള ബഹു മത സമൂഹങ്ങൾ, ഇതര മത സമൂഹങ്ങൾ നമ്മെ കാണുന്നത് ഇസ്ലാമിന്റെ റെപ്രസെന്റേറ്റീവായി, രാഷ്ട്രം നമ്മെ കാണുന്നത് മുസ്ലിമായില്ല. ആ സമയത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രാഷ്ട്രം ഒരു റിപ്പബ്ലിക് ദിനം കൂടി വരവേൽക്കാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത്, ഏത് സമയത്തും നമ്മിൽ നിന്ന് ഒരു നല്ല മുസ്ലിമായിട്ടാണ് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ എല്ലാ വിഭാഗത്തിനും ഉണ്ടാകേണ്ട സമീപനം എന്ന് നാം പ്രത്യേകം മനസ്സിരുത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد. أوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وآله وصحبه وسلم. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
إخوتي الإيمان إن الله سبحانه وتعالى يأمركم بالأمر الذي بدأ به بنفسه وثنى بملائكته بقدسه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على نبينا سيدنا مصطفى محمد صلى الله عليه وعلى آله وأصحابه أجمعين وعلى أئمة الأربعة من خلفاء الراشدين الإمام أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعلى بقية الصحابة والقرابة ذلك حزب الله ألا إن حزب الله هم المفلحون اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشتغلنا بالنار اللهم انصر الإسلام والمسلمين اللهم اضل الشرك والمشركين أهلك الظلمة الكافرين والملحدين والملحدين واليهوديين والنصارى اللهم شتت شملهم وفرق جمعهم وكل أهدهم ربنا آتنا في الدنيا حسنة وفي الآخرة